ഡെയിലി ഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ വേണ്ടത് ഇതുപോലെ ഇത് ഗ്രീൻ സ്ക്രീനാണ്. ഇതുപോലൊരു ഗ്രീൻ സ്ക്രീന് നമ്മൾക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ഗ്രീൻ സ്ക്രീന് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരു 450-500 രൂപക്കകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗ്രീൻ സ്ക്രീൻ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഗ്രീൻ സ്ക്രീന് ഞാൻ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഞാൻ ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ടിനകത്ത് വേറെ കളറുകൾ കയറി വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമുള്ള ലൈറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ വീഡിയോ ഉപയോഗിച്ച് നമ്മൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്ത ശേഷം 16:9 എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യലാണ്. എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബാക്ക് വന്നതിന് ശേഷം ലെയറിൽ വരിക. ലെയറിൽ നിന്ന് മീഡിയയിൽ സെലക്ട് ചെയ്തിട്ട് ഏത് വീഡിയോ ആണോ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യേണ്ടത് ആ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ബാക്ക്ഗ്രൗണ്ട് പിക്ചറിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ വീഡിയോ വന്ന് നിൽക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നിന്ന് ഈ പച്ച ബാക്ക്ഗ്രൗണ്ട് കളയാനായിട്ട് റൈറ്റിൽ കാണുന്ന ഓപ്ഷനിൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രോമാക്കി എന്നൊരു ഓപ്ഷൻ കാണാം. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ പച്ച സ്ക്രീന് അവിടുന്ന് അപ്രത്യക്ഷമായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ വേണ്ടത് ഈ വീഡിയോ നമ്മളുടെ സൗകര്യാർത്ഥം വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ഏത് സൈഡിലേക്ക് വേണോ മാറ്റാൻ നമ്മളുടെ സൗകര്യാർത്ഥം നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ സൗകര്യാർത്ഥം വീഡിയോയുടെ സൈസ് അല്പം കൂട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻസിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. നമ്മൾക്കിതിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ നല്ലൊരു ടോണ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വീഡിയോക്ക് മുഴുനീളം നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് കിട്ടണമെങ്കിൽ ആ സെലക്ട് ചെയ്ത പിക്ചറിനെ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്ത് ആ വീഡിയോ അവസാനം വരെ എത്തിക്കുക. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ നന്ദി, നമസ്കാരം.